എന്താണ് ഇത്ര സീരിയസ് ആയിട്ട് എഴുതുന്നല്ലേ? ഇറ്റ്സ് നത്തിങ് ബിഗ്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത എന്റെ മന്തി റെസിപ്പി ഞാനൊന്ന് റീവാച്ച് ചെയ്തതാണ് കേട്ടോ. സോ ചെക്ക് ലിസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് പരിപാടി തുടങ്ങാം അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് നമുക്ക് അതിലേക്കുള്ള മാരിനേഷൻ പരിപാടി തുടങ്ങാം. ഇതിന്റെ ഇടയിൽ മറന്നുപോയ വേറൊരു കാര്യമുണ്ട്, അതായത് കാൻഡിൽ ഒന്ന് ലൈറ്റ് ചെയ്യാനായിട്ട്. മച്ച് ബെറ്റർ. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് വരാം. ഞാനൊരു ഡിഫറെന്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ടേ. വൺസ് ദെൻ നമുക്ക് ഇതൊന്ന് 20 to 30 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ബേസ് ഉണ്ടാക്കിയെടുക്കാം, അതായത് നമ്മുടെ മന്തി റൈസ്. ഞാൻ ഇവിടെ പീനട്സ് ഒന്ന് പ്യൂരിഫുള്ളി ടോസ്റ്റ് ആൻഡ് ഗോൾഡൻ കളർ ആക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊരു ക്രഞ്ച് ആൻഡ് റോസ്റ്റഡ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കൊരു ഹോൾ മാഗി ക്യൂബും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. എന്താണ് ഈ ഒരു ചിക്കൻ ഞാൻ ഇങ്ങനെ നോക്കുന്നത് എന്നല്ലേ? ആക്ച്വലി റൈസിലേക്ക് ഇടാൻ വേണ്ടി മാറ്റി വെക്കാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റൈസ് ഈ ഒരു കളറായി മാറി വന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫ്രഷ് സാലഡും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും സോൾട്ടും പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ വിന്റർ ആയ കാരണം കൊണ്ട് തന്നെ വേഗം ഇരുട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു വന്ന കാര്യം നമ്മുടെ മന്തി. അപ്പൊ അതിലേക്കുള്ള ചട്നി കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി എവറിത്തിങ് ഈസ് റെഡി. അപ്പൊ ഞാൻ എന്റെ മന്തിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആൻഡ് ഓൾഡ് മോഹൻലാൽ മൂവിയും കൂടി ഞാൻ ഇവിടെ കൂട്ടുന്നുണ്ട്.